സ്വദേശികൾക്ക് 32 ബില്യൺ ചെലവിട്ട് 34,000 വീടുകൾ 6 വർഷം കൊണ്ട് നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിക്ക് വ്യാപക പിന്തുണ. ഗൾഫ് മേഖലയിൽ സ്വദേശികൾക്കു വേണ്ടി രൂപം നൽകുന്ന ഏറ്റവും മികച്ചതും വിപുലവുമായ ഭവന നിർമ്മാണ പദ്ധതി കൂടിയാണിത്. 15,000 ദിർഹം മാസശമ്പളമുള്ള മറാത്തികൾക്ക് ഷെയ്ഖ് സായിദ് ഭവന പദ്ധതിയിൽ ഗ്രാന്റിന് അപേക്ഷിക്കാനും സർക്കാർ അനുമതി നൽകി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റാസൽ ഖൈമയിൽ പുരോഗമിക്കുന്ന സ്വദേശി ഭവന പദ്ധതി പ്രദേശത്ത് പരിശോധനാ സന്ദർശനം നടത്തി. ഭരണകൂടത്തിന്റെ മുന്തിയ പരിഗണന സ്വദേശികളുടെ ഉയർച്ച തന്നെയാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. എല്ലാ പൗരന്മാർക്കും മാന്യമായ ജീവിതം ഉറപ്പാക്കുക എന്നത് കർത്തവ്യമാണ്. ജനതയുടെ നിരന്തര ത്യാഗങ്ങളാണ് രാജ്യത്തിന്റെ വികസനത്തിന് നിമിത്തമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദുബായ് അല്ലവീറിലും ഷാർജ അൽസിയൂഹിലും പുതിയ ഭവന നിർമ്മാണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് പശ്ചാത്തല സൗകര്യ വികസന മന്ത്രിയും ഷെയ്ഖ് സായിദ് ഭവന പദ്ധതി ചെയർമാനുമായ ഡോക്ടർ അബ്ദുല്ല മുഹമ്മദ് ബിൻ ഹൈഫ് അൽ നൊയ്മി അറിയിച്ചു. ജല ഉപയോഗം 40%, വൈദ്യുതി ഉപയോഗം 20% കുറവ് വരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. റാസൽ ഖൈമ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ സക്കർ അൽ കാസ്മി, ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹിയാൻ, ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ, ക്യാബിനറ്റ് ഭാവി കാര്യമന്ത്രി മുഹമ്മദ് അബ്ദുല്ല അൽ ഗർഗാവി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മീഡിയ 1 റാസൽ ഖൈമ. വ്യാഴാഴ്ച മുതൽ മാർച്ച് അവസാനം വരെ UAEയിൽ 5,000 ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് 70% വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു. 14ാമത് ഗൾഫ് ഉപഭോക്തൃ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചാണ് ഇളവ് പ്രഖ്യാപിച്ചത്. UAE സാമ്പത്തിക മന്ത്രാലയമാണ് ഇളവ് പ്രഖ്യാപനം അറിയിച്ചത്. മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ നിരീക്ഷിക്കുകയും ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നതായി ഉറപ്പാക്കുകയും ചെയ്യും. എല്ലാ പ്രധാന വിൽപ്പന കേന്ദ്രങ്ങളിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും 5,000-ലേറെ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കാണ് ഗണ്യമായ നിരക്കിളവ് ലഭിക്കുക. ഉപഭോക്താക്കൾക്ക് ഇത് മികച്ച അവസരമായിരിക്കുമെന്ന് സാമ്പത്തിക മന്ത്രാലയത്തിലെ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഹാഷിം അൽ നൊയ്മി അറിയിച്ചു. ഒരു മാസം പൂർണ്ണമായും ഈ ആനുകൂല്യം ലഭിക്കും. വ്യാജമായ ഇടപാടുകളോ ഇളവുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ വകുപ്പിനെ വിവരമറിയിക്കണം. മാർച്ച് മാസം പൂർണ്ണമായും രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെ വകുപ്പിന്റെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതായും ഹാഷിം അൽ നൊയ്മി വ്യക്തമാക്കി. മീഡിയ 1 അബുദാബി. മദീനയിലെ മസ്ജിദ് നബവിയിൽ നമസ്കാരത്തിനായി ലോകത്തെ ഏറ്റവും മുന്തിയ ഇനം പരവതാനി ഒരുക്കുന്നു. പരവതാനിയുടെ മാതൃക മസ്ജിദ് നബവി കാര്യാലയ അണ്ടർ സെക്രട്ടറി പരിശോധിച്ചു. മസ്ജിദ് നബവിക്ക് മാത്രമായി നിർമ്മിക്കുന്നതാണ് പുതിയ പരവതാനിയെന്ന് വകുപ്പ് മേധാവി ബന്ദർ ഹുസൈനി പറഞ്ഞു. 4 വരികളായി നിൽക്കാൻ കഴിയുന്നതാണ് പരവതാനി. ബഹ്റൈനിൽ ദേശീയ തൊഴിൽ പദ്ധതിക്ക് രൂപം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തൊഴിൽ രംഗത്ത് സ്വദേശിവൽക്കരണ അനുപാതം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക ഫീസ് 300-ൽ നിന്ന് 500 ദിനാറായി വർദ്ധിപ്പിക്കുവാനും തീരുമാനമായി. ബഹ്റൈനിൽ എല്ലാ തൊഴിൽ മേഖലകളിലും സ്വദേശികൾക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ ദേശീയ തൊഴിൽ പദ്ധതിക്ക് രൂപം നൽകാനാണ് ക്യാബിനറ്റ് യോഗത്തിന്റെ തീരുമാനം. കിരീടാവകാശിയും 1ാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിലുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണിത്. കഴിവും പ്രാപ്തിയുമുള്ള തൊഴിൽ ശക്തിയാക്കി തദ്ദേശീയ യുവാക്കളെ മാറ്റിയെടുക്കുന്നതടക്കമുള്ള പരിശീലന പരിപാടികൾ പദ്ധതിക്ക് കീഴിൽ നടക്കും. കൂടുതൽ സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിലടക്കം ജോലി ലഭിക്കുവാനും അതുവഴി കുടുംബങ്ങളുടെ വരുമാന വർധനവിനും ഇത് വഴിയൊരുക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇതിന്റെ ഭാഗമായി സർവകലാശാല ബിരുദമുള്ള തൊഴിൽ രഹിതരുടെ തൊഴിലില്ലായ്മ വേതനം 150 ദിനാറിൽ നിന്ന് 200 ദിനാറായും യൂണിവേഴ്സിറ്റി ബിരുദധാരികളല്ലാത്തവരുടെ തൊഴിലില്ലായ്മ വേതനം 120-ൽ നിന്ന് 150 ദിനാറായും വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഫ്ലെക്സി വർക്ക് പെർമിറ്റിനുള്ള ഫീസ് 200 ദിനാറിൽ നിന്ന് 500 ദിനാറായി വർദ്ധിപ്പിക്കുകയും മാസാന്ത ഫീസ് 30 ദിനാറായി നിജപ്പെടുത്തുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് സ്വദേശിവൽക്കരണ അനുപാതം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക ഫീസ് 300-ൽ നിന്ന് 500 ദിനാറായി വർദ്ധിപ്പിക്കുവാനും ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. മീഡിയ 1 ബഹ്റൈൻ. പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികളായ അധ്യാപക അനധ്യാപകരുടെ എണ്ണം കുറയ്ക്കണമെന്ന് സൗദി സിവിൽ സർവീസ് മന്ത്രാലയം. രാജ്യത്ത് 60,000-ലധികം തൊഴിലാളികളിൽ വിദേശികളുടെ ആധിപത്യമെന്നാണ് പുതിയ സ്ഥിതിവിവര കണക്കുകൾ. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് വിദേശികൾ കൂടുതലെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സിവിൽ സർവീസ് മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളാണിത്. പൊതുമേഖലയിൽ 60,000-ഓളം തൊഴിലുകൾ വിദേശികളുടെ നിയന്ത്രണത്തിനാണുള്ളത്. ഇതിൽ 15,000-ഓളം തൊഴിലുകൾ വിദ്യാഭ്യാസ മേഖലയിലും 43,000-ഓളം തൊഴിലുകൾ ആരോഗ്യ മേഖലയിലുമാണ്. അധ്യാപക തസ്തികയിൽ 10,000-ലധികം പുരുഷന്മാരും 4,000-ലധികം സ്ത്രീകളുമുണ്ട്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ 17,000 പേർ പുരുഷന്മാരും 26,000 സ്ത്രീകളുമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പൊതുമേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. പുതിയ ബിരുദധാരികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ശ്രമങ്ങളുണ്ട്. അതേസമയം സ്വദേശികൾക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ട
ടീച്ചിംഗ് ഫാക്കൽറ്റി വിഭാഗത്തിൽ നിന്ന് അധ്യാപകർ, അധ്യാപക സഹായികൾ എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ വിദേശികളെയും മാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ സർവീസ് മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്തയച്ചതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. UAE സഹിഷ്ണുതാ വർഷത്തിന്റെ ഭാഗമായി സഹിഷ്ണുത ആധാരമാക്കി ചിത്ര പ്രദർശനം അരങ്ങേറി. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 52 കലാകാരന്മാരാണ് പ്രദർശനത്തിൽ ചിത്രങ്ങൾ ഒരുക്കിയത്. കല അതിർത്തികൾക്കപ്പുറമെന്ന സന്ദേശം നൽകിയാണ് വിവിധ രാജ്യക്കാരായ 52 ചിത്രകാരന്മാർ സംഗമിക്കുന്നത്. അൽബർഷ കാസലസ് ഹോട്ടലിൽ ആരംഭിച്ച പ്രദർശനം അടുത്ത മാസം 16 വരെ തുടരും. ആർട്ട് ഫോർ യു ഗാലറി സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ കലാകാരന്മാർക്ക് വളരെ സ്വതന്ത്രമായി ഇഷ്ടമുള്ള മാധ്യമത്തിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാം. ദുബായ് ഫോക്ലോർ തിയേറ്റർ ചെയർമാനും സഹിഷ്ണുതാ മന്ത്രാലയം ഡയറക്ടറുമായ യാസർ അൽ ഗർഗാവി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇമറാത്തി കലാകാരൻ അബ്ദുൽ ഖാദർ അൽ റയീസ്, ദുബായ് കൾച്ചർ ആൻഡ് ആർട്സ് അതോറിറ്റി വിഷ്വൽ ആർട്സ് മാനേജർ ഖലീൽ അബ്ദുൽ വാഹിദ്, ഫാഷൻ ഡിസൈനറും കലാകാരിയുമായ സുൽത്താന ഫാറൂഖ് കാസിം തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മലയാളി ചിത്രകലാ അധ്യാപിക ജസ്നോ ജാക്സനാണ് പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ. മീഡിയ 1, ദുബായ്. അർബുദത്തിന്റെ പിടിയിൽ നിന്ന് തിരിച്ചു വന്നവർക്ക് പറയാനുള്ളത് അസാമാന്യമായ ആത്മവീര്യത്തിന്റെ കഥകളാണ്. ഷാർജയുടെ പിങ്ക് കാരവന്റെ ഭാഗമായാണ് ക്യാൻസറിൽ നിന്ന് മോചിതരായവർ ഒത്തുചേർന്നത്. 2014 നഹ്ല ഷെരീഫിനെ ക്യാൻസർ വേട്ടയാടുന്നത്. രോഗത്തിന് വിദഗ്ധ ചികിത്സ തുടരുന്ന ഘട്ടത്തിലും തോറ്റുകൊടുക്കാൻ ഒരുക്കമല്ലെന്ന് ഓരോ നിമിഷവും ഉറപ്പിക്കുകയായിരുന്നുവെന്ന് നഹ്ല പറഞ്ഞു. നഹ്ലയുടെ അതിജീവനപാത തന്നെയാണ് ക്യാൻസറിനെ മറികടന്ന മറ്റു പലരും തെരഞ്ഞെടുത്തതും. ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൽ പിങ്ക് കാരവൻ പ്രയാണ ഭാഗമായി ഒരുക്കിയ സംഗമത്തിലാണ് ഇവർ അനുഭവങ്ങൾ പങ്കുവച്ചത്. നിശ്ചയദാർഢ്യം കൈവിടാതെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയാൽ സ്തനാർബുദത്തെ മറികടക്കാൻ സാധിക്കുമെന്ന് പിങ്ക് കാരവൻ സംഘാടകർ ഓർമ്മിപ്പിച്ചു. ദുബായിൽ 800ഓളം പേർക്കാണ് സൗജന്യ സ്തനാർബുദ പരിശോധനയ്ക്കുള്ള സൗകര്യമൊരുക്കിയത്. പിങ്ക് കാരവന് നേതൃത്വം നൽകുന്ന റീം ബിൻ കറമിന് പുറമെ സഹീദ് ഹാരിബ്, ഖദീജ അൽ ബസ്തക്കി, നാസർ അൽ റഹ്മാൻ എന്നിവരും ചടങ്ങുകളിൽ സംബന്ധിച്ചു. 5 ദിവസം പിന്നിട്ട പിങ്ക് കാരവൻ ഫുജൈറയിൽ പര്യടനം പൂർത്തിയാക്കി. മാർച്ച് 1 പ്രയാണം അവസാനിക്കുക. മീഡിയ 1, ദുബായ്. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡിൽ മാർച്ച് 1 മുതൽ ആഗസ്റ്റ് 29 വരെ വാഹനങ്ങൾ താൽക്കാലിക പാത ഉപയോഗിക്കണമെന്ന അബുദാബി ഗതാഗത വകുപ്പ്. യാസ് പാലത്തിന് ശേഷമാണ് താൽക്കാലിക പാത തയ്യാറാക്കിയത്. ഈ കാലയളവിൽ പാതയിലെ പരമാവധി വേഗത മണിക്കൂറിൽ 100 കിലോമീറ്റർ ആയിരിക്കും. വാഹന ഡ്രൈവർമാർ ജാഗ്രത പുലർത്തണമെന്നും നിയമങ്ങൾ പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയം മദീന മേഖലയിൽ വിദ്യാർത്ഥികൾക്കായി 25 പുതിയ ക്ലബ്ബുകൾ ആരംഭിക്കുന്നു. പുതിയ ക്ലബ്ബുകൾ അടുത്ത മാർച്ചിൽ പ്രവർത്തനം ആരംഭിക്കും. ഇതോടെ മേഖലയിലെ ക്ലബ്ബുകളുടെ എണ്ണം 50 ആകും. ഏറ്റവും കൂടുതൽ താമസക്കാരുള്ള ഡിസ്ട്രിക്റ്റുകൾ തെരഞ്ഞെടുത്താണ് പുതിയ ക്ലബ്ബുകൾ ആരംഭിക്കുന്നത്. വിവിധ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിനോദം, ടൂറിസം, ജോലി, സന്നദ്ധ പ്രവർത്തനം എന്നിവ ലക്ഷ്യമിട്ടാണിത്. 2020 ആകുന്നതോടെ മേഖലയിലെ ക്ലബ്ബുകളുടെ എണ്ണം 100 ആക്കാനാണ് പദ്ധതി. തനിമ സാംസ്കാരിക വേദി ജിദ്ദയിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഞാനറിഞ്ഞ പ്രവാചകൻ എന്ന തലക്കെട്ടിൽ നടത്തിയ പ്രബന്ധ രചനാ മത്സരത്തിലും മുഹമ്മദ് മഹാനായ പ്രവാചകൻ എന്ന കൃതിയെ ആസ്പദമാക്കി നടത്തിയ ചോദ്യോത്തര മത്സരത്തിലെ വിജയികൾക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇമാം ബുഖാരി ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന പരിപാടിയിൽ CK മുഹമ്മദ് നജീബ്, A നജ്മുദ്ദീൻ, രാകേഷ്, റുക്സാന മൂസ തുടങ്ങിയവർ സംസാരിച്ചു. ജിദ്ദയിൽ പ്രവർത്തിക്കുന്ന നീലഗിരി ഗൾഫ് സൊസൈറ്റി 3ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഷാജഹാൻ നാണി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയ്ക്ക് കീഴിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. ജിദ്ദയിലെ രാഷ്ട്രീയ കലാ സാഹിത്യ വേദികളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന ഇശൽ കലാമേളയിൽ ഗാനങ്ങൾ, ഒപ്പന, ഫ്യൂഷൻ ഡാൻസ്, അറബിക് ഡാൻസ് മുതലായ പരിപാടികൾ അരങ്ങേറി. അധിനിവേശകാലത്ത് ജീവൻ വെടിഞ്ഞവരുടെയും കാണാതായവരുടെയും ഓർമ്മ പുതുക്കി കുവൈത്ത് 28ാം വിമോചന ദിനം ആചരിച്ചു. രാജ്യസുരക്ഷയും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കാൻ സ്വദേശികളോടും പ്രവാസി സമൂഹത്തോടും കുവൈത്ത് അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ സബാഹ് ആഹ്വാനം ചെയ്തു. ഇറാഖ് അധിനിവേശത്തിൽ നിന്നും മോചിതരായതിന്റെ 28ാം വാർഷിക ദിനമാണ് ഇന്ന് കുവൈത്ത് ജനത ആഘോഷിച്ചത്. രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ എന്നിവ കേന്ദ്രീകരിച്ചും വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറി. വാഹനങ്ങൾക്ക് നേരെ വെള്ളം ചീറ്റിയും വാട്ടർ ബലൂണുകൾ എറിഞ്ഞുമായിരുന്നു കുട്ടികളുടെ ആഘോഷം. ഇതിനായി തെരുവുകളുടെ ഇരുവശത്തും കളിത്തോക്കുകളും വെള്ളം നിറച്ച ബലൂണുകളുമായി കുട്ടികൾ ഉച്ചമുതൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു.
ദേശീയാഘോഷത്തോടനുബന്ധിച്ച് അൽഫാർസി കൈറ്റ് ക്ലബ് സംഘടിപ്പിച്ച കൈറ്റ് ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. ബിനീത് കടപ്പുറത്ത് നടന്ന പട്ടംപറത്തൽ മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു. പിക്നിക്കുകളും സാംസ്കാരിക പരിപാടികളുമായി പ്രവാസി കൂട്ടായ്മകളും ആഘോഷത്തിൽ സജീവമായി തന്നെ പങ്കുചേർന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ജിദ്ദ തണൽ ചാരിറ്റി 4ാം വാർഷികം ആഘോഷിച്ചു. AP കുഞ്ഞാലി ഹാജി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവന രംഗത്ത് സംഘടന നടത്തിയ ഇടപെടലുകളെ അദ്ദേഹം പ്രശംസിച്ചു. ഗോപി നെടുങ്ങാടി, അബ്ബാസ് ചെമ്പൻ, റഷീദ് വരിക്കോടൻ, CM അഹമ്മദ്, നസീർ വാവക്കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് മൗന പ്രാർത്ഥന നടത്തി. കുവൈത്തിന്റെ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. ജലീബ് കമ്മ്യൂണിറ്റി പാർക്കിൽ നടന്ന പരിപാടിയിൽ കുവൈത്ത് പോലീസിലെ ഏരിയ കമാൻഡർ കേണൽ ഇബ്രാഹിം അബ്ദുൾ റസാഖ് മുഖ്യാതിഥിയായിരുന്നു. കുവൈത്തിന്റെ ദേശീയ പതാക വഹിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു ഐക്യദാർഢ്യ സമ്മേളനത്തിന് തുടക്കം. ചാതുർവർണ്ണത്തിലുള്ള വസ്ത്രങ്ങളും തൊപ്പിയും ഷാളും അണിഞ്ഞ് നൂറുകണക്കിന് പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. കുട്ടികളുടെ ദഫ്മേളയും കോൽക്കളിയും ഘോഷയാത്രയെ ആകർഷകമാക്കി. കുവൈത്ത് പോലീസിന്റെ ജലീബ് ഏരിയ കമാൻഡർ കേണൽ ഇബ്രാഹിം അബ്ദുൾ റസാഖ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ദേശീയ ഗാനാലാപനവും മധുര വിതരണവും നടന്നു. ഐക്യദാർഢ്യ സമ്മേളനം കെ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. AP അബ്ദുസലാം അധ്യക്ഷനായിരുന്നു. NA മുനീർ KKMയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഹംസ പയ്യന്നൂർ, KC റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്ത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് NBTC കുവൈത്ത് മാരത്തൺ സംഘടിപ്പിച്ചു. മിന അബ്ദുല്ലൈസ് എന്നാരംഭിച്ച മാരത്തൺ ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. NBTC ചെയർമാൻ മുഹമ്മദ് നാസർ അൽബദ്ദ, മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. ദുബൈയിൽ മെട്രോ യാത്രയ്ക്കും ബസ് യാത്രയ്ക്കും പണമടയ്ക്കാൻ ഉപയോഗിക്കുന്ന നോൾ കാർഡ് ലോയൽറ്റി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. കാർഡ് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ച് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാമെന്നതാണ് ആനുകൂല്യം. നോൾ പ്ലസ് ലോയൽറ്റി പോയിന്റ്സ് എന്ന പേരിലാണ് വിലക്കുറവ് ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. സ്വന്തം പേരിലുള്ള നീല നോൾ കാർഡിൽ 1 ദർഹം ചെലവാക്കുന്നവർക്ക് 1 പോയിന്റ് ലഭിക്കും. സിൽവർ നിറത്തിലുള്ള കാർഡുള്ളവർക്ക് RTA വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇതിൽ പങ്കാളികളാകാം. ഇതിൽ 2 ദർഹം ചെലവാക്കിയാൽ 1 പോയിന്റ് ലഭിക്കും. നോൾ കാർഡിന് നിലവിൽ 27,000 രജിസ്റ്റേർഡ് ഉപഭോക്താക്കളുണ്ടെന്നാണ് കണക്ക്. ദുബൈയിൽ മെട്രോയ്ക്കും ബസ്സിനും പുറമെ ടാക്സിയിലും പാർക്കിംഗ് ഫീസ് അടയ്ക്കാനും പൊതുപാർക്കുകളിൽ പ്രവേശിക്കാനും മെട്രോ സ്റ്റേഷനിലെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും നോൾ കാർഡ് പ്രയോജനപ്പെടുത്താം. മെട്രോ കാർഡ് റീചാർജ് ചെയ്യുന്നതിനും ആനുകൂല്യങ്ങളുണ്ടാകുമെന്ന് RTA അറിയിച്ചു. മീഡിയ 1, ദുബായ്. ഖത്തർ പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട പ്രവർത്തനവുമായി ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ. ഓരോ ക്ലാസുകൾക്കും വേണ്ടി ഓരോ വേപ്പുമരത്തൈ നട്ടുപിടിപ്പിച്ചാണ് സ്കൂൾ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായത്. ഖത്തറിലെ പ്രമുഖ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സെയ്ഫ് അൽ ഹാജിരി ചടങ്ങിൽ മുഖ്യാതിഥിയായി. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്കായി 12 വേപ്പ് തൈകൾ. ഓരോ ക്ലാസുകാരുടെയും തൈകൾ അവരവർ പരിപാലിച്ചു വളർത്തണം. തൈകളുടെ വളർച്ച കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഖത്തർ പരിസ്ഥിതി ദിനമായ ഫെബ്രുവരി 26-ന് ദോഹ ശാന്തിനികേതൻ സ്കൂൾ കാണിച്ച മാതൃകാ പ്രവർത്തനത്തെ അഭിനന്ദിക്കാൻ രാജ്യത്തെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ സെയ്ഫ് അൽ ഹാജിരി നേരിട്ടെത്തി. സെയ്ഫ് അൽ ഹാജിരിയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ അങ്കണത്തിൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകേണ്ട ഇക്കാലത്ത് ശാന്തിനികേതൻ സ്കൂളിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് സെയ്ഫ് അൽ ഹാജിരി പറഞ്ഞു. And this day is one of the day that we want to see the children really look that the environment is part of their work and also part of their way of dealing with the environment, saving water, saving energy, and also be positive with nature. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ KC അബ്ദുൽ ലത്തീഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ സുഭാഷ് നായർ എന്നിവർ സംസാരിച്ചു. മീഡിയ 1, ദോഹ.
ഖത്തറിൽ നാളെ മുതൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാജ്യത്ത് മോശം കാലാവസ്ഥ തുടരും. ചില സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ദോഹയിൽ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കൂടിയ കാലാവസ്ഥ 19 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു.